ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്ലസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇങ്കു ബേക്കറി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ തുടങ്ങാൻ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോവാം. അതെ, ചേട്ടൻ ഇങ്കു ബേക്കറിയിൽ പോയിട്ട് വരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കാമെന്ന് ചോദിച്ചു. ഇന്ന് നമ്മുടെ വോട്ടിംഗ് ഡേ ആണ്. അപ്പോൾ വോട്ടിംഗ് ഡേ തൈരാണോ 2 പാക്കറ്റ് 4 വാങ്ങിച്ചോ, ബിസ്ക്കറ്റ് മേടിച്ച് കേക്ക് വാങ്ങിച്ചു. അപ്പോൾ വീട്ടിൽ പോയിട്ട് അതൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നൊരു വോട്ടിംഗ് ഡേ ആണ്. അപ്പോൾ വോട്ടിംഗ് ഡേക്ക് ഞാനും ഏട്ടനും കൂടി പോവുകയാണ്. എനിക്ക് വോട്ടില്ല, എനിക്ക് തന്നില്ല, ചാവിയൊന്നും എനിക്ക് തന്നിട്ടില്ല, മറന്നു. അപ്പോൾ എനിക്ക് വോട്ടില്ല, ചേട്ടന് വോട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പോവാണ്. അപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന സീനുകൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വോട്ട് ചെയ്യാൻ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്കങ്ങ് സ്കൂളിലേക്ക്, തൃശ്ശൂർക്കാരെപ്പോഴും സ്കൂൾ എന്നാണ് പറയാം. സ്കൂൾ ഈ ഇല്ല അവിടെ. നമ്മൾ കേട്ട് നമ്മളിപ്പോൾ സ്കൂളിനായി അതെ, നമ്മൾ സ്കൂളിൽ എന്നാണ് തൃശ്ശൂർക്കാർ പറയാം കേട്ടോ. തൃശ്ശൂർക്കാർക്ക് എന്താണെന്ന് അറിയില്ല, എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ അപ്പം സ്കൂളിൽ പോവാം. ആ സ്കൂളിലേക്ക് പോയിക്കൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നല്ല സങ്കടം ഉണ്ടോ? സങ്കടം മറക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഞാൻ പാട്ട് പാടി ഇരിക്കണതാണ്. അപ്പം അങ്ങനെ ചേട്ടൻ സ്കൂളിലെത്തി. സ്കൂളിൽ SN ബോയ്സ് ഹൈസ്കൂൾ എവിടെയാണ്? അങ്ങനെ ഏട്ടൻ വോട്ട് ചെയ്യാൻ പോവാണ്. ഞാനവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. പോയിട്ട് വരട്ടെ, അതല്ലേ. കുറേ ആൾക്കാർ ഇങ്ങനെ അമ്മയും മോനും ചേട്ടനും ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ പോയിട്ട് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം അവർ തരുന്നില്ല. കാരണം എനിക്ക് വോട്ട് ചെയ്യാൻ പോകാൻ ഇഷ്ടമാണ്, നമുക്ക് അതിനുള്ള അവസരമൊന്നും ഇല്ല. എന്ത് ചെയ്യാം? അപ്പം നമ്മളിവിടെ ഇരിക്കും. അല്ലാതെ നമ്മൾ വെറുതെ ബാബാ എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും രാജനായിരിക്കും മിക്കവാറും ജയിക്കുക കേട്ടോ. എൻ്റെ അഭിപ്രായം ഉണ്ട്, എനിക്ക് രാജൻ ജയിക്കുമെന്ന്. ആള് കുറേ പ്രാവശ്യം ഇവിടെ നിന്ന് 2-3 പ്രാവശ്യം ആൾക്ക് അതുണ്ട്. നമ്മൾ ചെയ്യാരം ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ പെട്ടതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് രാജൻ തന്നെയായിരിക്കും ജയിക്കുക. അയ്യോമേ. പിന്നെ അങ്ങനെ പിന്നെ ഷാജി കോടൻ കണ്ടത്തിൽ പിന്നെ ബിജോയ് എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ബിനോയ് എന്തൊക്കെയാണ് ആളുടെ പേര്, എനിക്കറിയില്ല. അതാണ് BJP. രാജ്യം കമ്മ്യൂണിസ്റ്റുകാരനാട്ടോ, അത് ജയിക്കും. പിന്നെ എന്താ പറയുക, നമുക്കിപ്പോൾ ആര് ജയിച്ചാലും ഒക്കെ അങ്ങനെ തന്നെ. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് രാജനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ജയിക്കാനുള്ള രാജൻ വിജയിക്കും തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ വോട്ട് ചെയ്യണേക്കാൾ മുമ്പ് തന്നെ നമുക്ക് അറിയാം ആളെ ജയിക്കുള്ളൂ. ഇങ്ങനെ മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു ലുക്കില്ല. നമ്മൾ പറയില്ലേ, നമുക്കൊരാളെ കാണുമ്പോൾ നമുക്കൊരു രാശി ഉണ്ടാവും, അവൻ ജയിക്കില്ലേ എന്നൊക്കെയുള്ളൊരു രാശി ഉണ്ടാവുമല്ലോ, നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ അത് ശരിയാണ്. നമുക്ക് രാജൻ തന്നെ ജയിക്കുള്ളൂ. അപ്പം ജയിക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലെ ഞങ്ങൾ രാത്രിയിൽ ചേട്ടൻ കുറച്ച് കണവയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ കറിയൊക്കെ വെച്ചു. ഞാൻ കണവ കറി വെച്ചത് ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അത് കാണിച്ചില്ല. അപ്പോൾ നമുക്കെന്ത് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ക്യാമറ സെറ്റ് ചെയ്തു, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കണവ കറി വെച്ചിട്ട് എന്താ വെച്ചാൽ തേങ്ങ അരക്കാതെ നേന്ത്രക്കായ മാത്രം ഇട്ടിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഇന്ന് ഹെന്നിക്കിടും കേട്ടോ. വൈകിട്ട് ഹെന്നിക്കിടാന്നാണ്
വിചാരിച്ചിരിക്കണത്. അപ്പോൾ ഹരണ്യകടനം. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോയി. അന്ന് വ്യാഴാഴ്ചയാണ്, വോട്ടിംഗ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് വോട്ടിംഗ് ഡേ ആയതുകൊണ്ടല്ല, അല്ലാതെ തന്നെ ഞങ്ങൾ അന്ന് സാധാരണ വ്യാഴാഴ്ച ദിവസം അമ്പലത്തിൽ പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. വളരെ നന്നായിട്ട് തൊഴാൻ പറ്റി. ആ തിരക്ക് കുറവായിരുന്നു. വോട്ടിംഗ് ഡേ ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, അമ്പലത്തിൽ എന്തോ ഒരു കുറച്ച് തിരക്കൊക്കെ കുറവായിരുന്നു. പിന്നെ നന്നായിട്ട് തൊഴാനൊക്കെ സാധിച്ചു. പിന്നെ അപ്പോൾ കാരണം ഇന്നലെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ചോറ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കൂടുതൽ വെച്ചു രാത്രിയിൽ. അപ്പോൾ ഇന്ന് രാവിലേക്ക് തൈര് സാദം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തൈര് സാദം ആകുമ്പോൾ പിന്നെ ബോധമില്ലാണ്ട് ഇപ്പോൾ പാലും തൈരും കൂടി ഒന്ന് മാറ്റി വെച്ചതാണ്. അതങ്ങോട്ട് ഒരുമിച്ച് ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചത്. അപ്പോൾ അത് തൈര് സാദം ആണ്. അപ്പോൾ ഇന്ന് ചോറ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ തൈര് സാദം വെക്കാമെന്ന് വിചാരിച്ചു. തൈര് സാദമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തൈര് സാദത്തിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പഴയ ചോറ് എടുത്ത് ഊറ്റി വയ്ക്കും, വേവിക്കൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് നല്ല കട്ട തൈര് അങ്ങോട്ട് ഒഴിക്കും. വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് പച്ചക്കറികളിടും. ഉള്ളി ഇപ്പോൾ ചേർക്കാറില്ല, പണ്ട് സവാള ചേർക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളി ചേർക്കാറില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് കടുക്, വറ്റൽമുളക്, ഉലുവ, ഇത്തിരി കായംപൊടി ഇതൊക്കെ ചേർത്തിട്ട് കാച്ചിയിട്ട് ഇതിൽ കൊഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, അതൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കഴിക്കണം. അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ചുരിദാർ തയ്ച്ചത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ചേച്ചിയുടെ, നമ്മുടെ ഇവിടെ ഉള്ള അംബിക എന്ന് പറഞ്ഞ ചേച്ചിയാണ് കേട്ടോ ഈ ഡ്രസ്സൊക്കെ തയ്ച്ചതൊക്കെ. നല്ല തയ്ച്ചതും അതൊക്കെ സെറ്റിങ് അതൊക്കെ നല്ല സൂപ്പറാണ്, നല്ല വിലയുണ്ട്. സാധാരണ എൻ്റെ വീണയുണ്ടല്ലോ, വീണയിൽ അവിടെയൊക്കെ 300-350 രൂപയൊക്കെയുള്ളൂ ചുരിദാർ തയ്ക്കാൻ. നമ്മുടെ ടൗൺ ആയതുകൊണ്ടേ, ഈ ടൗണിൽ ജീവിക്കുക എന്ന് പറയുന്നത് നല്ല സുഖകരമായ അവസ്ഥയുണ്ട്, നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും ടൗണിൽ കുറച്ചുകൂടി നന്നായിരിക്കും നമ്മൾ ഗ്രാമത്തിനെ അപേക്ഷിച്ച്. പിന്നെ ദോഷമുണ്ട്, ഗുണമുണ്ട്. എല്ലാ സാധനങ്ങളും ഇപ്പം ഇതേപോലെ ടൗണിലൊക്കെ 800 രൂപ ഈ ചുരിദാർ തയ്ക്കുക, 750 രൂപയാണ്. 800 രൂപയോളം ഇതും ഇങ്ങനെ വെച്ചതുകൊണ്ട് 50 രൂപ വെച്ചിട്ട് കൂടും. അപ്പം അതങ്ങനെയാണ് അവരുടെ ഒരു 700 രൂപയാണ് അവരുടെ ചാർജ്. നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ കാശ് കൂട്ടി പറയും. അപ്പം അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊന്നുമില്ല. വീണയുടെ അവിടെ തൃപ്രയാർ ഭാഗം, അപ്പം അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ 300-350 രൂപയ്ക്കുള്ളൂ തുണികൾ തയ്ക്കാനായിട്ട്. നല്ല ഈസി ആയിട്ട് നല്ല രസമായിട്ട് തുണികളൊക്കെ തയ്ച്ചും സുഖമായിട്ട് വരാൻ പറ്റും. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഇങ്ങനെ വന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുക. കാരണം ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. പണ്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് വോട്ടൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്കത് ആ ഒരു സന്തോഷം, ആ ഓർമ്മകളാണ് എന്നെ. അച്ഛനാണ് ഞങ്ങളെല്ലാവരും നേരത്തെ എണീറ്റ് എന്താ പറയുക കുളിപ്പിച്ചെടുത്ത് കൊണ്ടുപോകാന്ന് പറയില്ലേ, എല്ലാം അച്ഛൻ അന്നത്തെ ദിവസം അച്ഛനാണ് ഞങ്ങളെ നേതാവ്. അച്ഛൻ കൊണ്ടുപോകാൻ ആ ഓർമ്മകൾ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. എന്താ പറയുക, ഇവിടെ ആർക്കും അങ്ങനത്തെ ഒരു താല്പര്യമൊന്നുമില്ല. പിന്നെ ഒരു എന്താ പറയുക, എനിക്ക് ഇവർക്ക് ഒരു കുറച്ച് വോട്ട്, അതായത് നമ്മൾ കല്യാണമൊക്കെ കഴിച്ചു വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമ്മുടെ വോട്ടില്ലെങ്കിൽ അവർ ജയിക്കാറുണ്ട്, ഇവിടെ ഇലക്ഷൻ നടക്കാറുണ്ട് എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. നമ്മളെയൊന്നും വോട്ടുമില്ല, ഒരു തേങ്ങയില്ല. അപ്പോൾ വോട്ടുമില്ല, ഒരു തേങ്ങയില്ലാണ്ടാണ് ഞാനിരിക്കണത്. വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ, നമുക്ക് വോട്ട് ചെയ്യണമെന്നും വോട്ടുമില്ല ഒന്നുമില്ല. പിന്നെ നമുക്കെന്താ വെച്ചാൽ എന്താ ഇപ്പോൾ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല, അവരായി അവരെ പാടെ. ചേട്ടന് വോട്ടുണ്ട് കേട്ടോ. എനിക്ക് വോട്ടുണ്ടായിരുന്നു, ഞാൻ പറയാറുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞില്ല. അപ്പുറത്തെ ബൂത്തിലാണ്, അപ്പുറത്തെ ബൂത്ത് എന്ന് വെച്ചാൽ അപ്പുറത്തെ വാർഡിലാണ് എൻ്റെ വോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഞാൻ ചെയ്യാൻ പോയിട്ടുണ്ട് വോട്ട്. എപ്പോഴും അവിടെ തന്നെ ഇട്ടിട്ട് കാര്യമില്ല, നമ്മുടെ ഇങ്ങോട്ട് മാറ്റാൻ പറയുമ്പോൾ അവർ മാറ്റുന്നില്ല. അപ്പം അത് എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമയമാകുമ്പോൾ പറയും. ആ സമയമാകുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവര് പറയാട്ടാ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, അറിയാം, ഞങ്ങൾ പറയാട്ടാ, എന്തോന്നറിയില്ല അവിടെ നിന്ന് ഇങ്ങോട്ടും. അതായത് ഇവർക്ക് മെനക്കെടാൻ പറ്റില്ല, എനിക്ക് മനസ്സിലായി. എന്നാൽ വേണ്ട, അക്ഷയ ഉണ്ടല്ലോ, നമുക്കൊരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോവുകയും എന്താ വേണ്ടത് ചോദിച്ചു. കാരണം നമ്മൾ ആധാർ കാർഡ് നമ്മൾ സ്വയം മാറ്റിയത്,
നമുക്ക് ലൈസൻസ് എടുത്തതും പിന്നെ ബാങ്കിലും ഒക്കെ നമ്മൾ ചെന്ന് തന്നെ ഇതിൽ ഇപ്പോൾ ഇവരുടെ സഹായമായോ ഈ ഒരു കാർഡിന് ഇവരുടെ സഹായം നമുക്ക് ആവശ്യമില്ല. നമുക്ക് അക്ഷയയിലുണ്ടെങ്കിൽ നമുക്ക് അക്ഷയയുടെ ഒരു ഡേറ്റോ കാര്യങ്ങളോ പറയുകയാണെങ്കിൽ നമ്മളല്ല അവിടെ പോയി ചെയ്തോളും, അവർ ചെയ്തു വന്നോളും, അക്ഷയക്കാർ ചെയ്യും. ഇത് എന്നാൽ വേണ്ട ഇവരപ്പടി ചെയ്തു തരാൻ പറയും. എന്നിട്ട് ഇത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഇത്രയും കാലമായിട്ടും മന്ത്രിമാർ മാറുന്നുണ്ട്, എന്താ പറയുക, ജീവിതം മാറുന്നുണ്ട്, എല്ലാം മാറുന്നുണ്ട്. എൻ്റെ വാർഡ് നമ്പർ മാത്രം മാറ്റാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ ഞാനങ്ങനെ വോട്ട് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചതാണ്. സങ്കടവും വിഷമവും ദുഃഖം ഒക്കെ കാരണം വിഷമിച്ചിരിക്കുകയാണ്. വിഷമമുണ്ട്, അത് എല്ലാം. അപ്പോൾ എന്തിനാപ്പോൾ വോട്ടില്ലാങ്ങി ഇത്ര വിഷമിക്കാനുണ്ടോ? ഉണ്ട്. കാരണം എനിക്ക് വോട്ടില്ലാണ്ടാവുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ അവകാശമാണ് എനിക്ക് വോട്ട് ചെയ്യുക. ആ അവകാശത്തെ നിഷേധിക്കുന്ന രാഷ്ട്രീയക്കാർ ഭരിക്കാൻ വന്നിട്ട് ഭരിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ആർക്കും അറിയില്ല. ഈ എന്താ പറയുക, ഈ താഴ്ത്തുന്നുള്ള ആണല്ലോ മുകളിൽ. ഇപ്പം മുകളിലിരിക്കുന്ന ആൾക്കൊന്നും അറിയില്ല. അതൊക്കെ ഇവരെ ഓരോരുത്തരെ ഏൽപ്പിച്ചു. ഈ താഴ്ത്തിരിക്കുന്ന ഊളകൾ എന്നേ പറയുള്ളൂ ഞാൻ. ഊളകൾ കൊണ്ട് കാര്യമില്ലല്ലോ, അവരാണല്ലോ ഇത് BLOമാർ രാഷ്ട്രീയ എന്താ പറയുക പാർട്ടി. ഓരോ പാർട്ടിയിലുണ്ട് ഓരോ ഏരിയയിലേക്ക് ഓരോ BLO ഉണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ BLOമാരുണ്ട്. ഇവർക്കും ഒന്നും ഇങ്ങനത്തെ നമ്മൾ പറയുന്നുണ്ട് അത് ചെയ്യണം. അപ്പോൾ അവർ സമയമാകുമ്പോൾ പറയാം കേട്ടോ, സമയമാകുമ്പോൾ പറയും നമ്മൾക്ക് അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ പറയും. ആർക്കും വേണ്ട. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ഇരിക്കുക. ആരുമില്ല, ആരും വേണ്ട എന്നുള്ള ഒരു തോന്നലൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കാം. പിന്നെ എൻ്റെ കെട്ടിയവനുണ്ട്, വീടുണ്ട്. നമ്മളപ്പോൾ വോട്ട് ചെയ്തില്ലേ പറഞ്ഞിട്ട് തൂക്കി കൊല്ലൊന്നുമില്ല. അങ്ങനെ ഒരു നിയമം വരണം ശരിക്കും, എന്നിട്ട് തൂക്കി കൊല്ലണം എന്നെ. അല്ല അതല്ല നല്ലത് അല്ലേ? വോട്ട് ചെയ്യാൻ പോകാത്തവരെ വേണ്ട ഈ ഭൂമിയിൽ എന്നൊക്കെ ചിന്തിക്കുമോ? അല്ല അങ്ങനെ ഉണ്ടെന്നാൽ ഇത് നല്ല രസമായിരിക്കും. അപ്പോൾ അവർ എത്ര പേരെ കൊന്നു കളയുന്നുള്ളതെന്ന് അറിയണമല്ലോ നമുക്ക്. അതായിരിക്കും ഒരു പ്രത്യേക തരം ഏരിയ കേട്ടോ എൻ്റേത്. ഉള്ള കാര്യം പറയാമല്ലോ, ഒരു രാഷ്ട്രീയപരമായിട്ട് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാ ഏരിയയിലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാറുണ്ട് ഭയങ്കര മോശം പ്രവർത്തനമാണ്. കുറച്ച് പേരുണ്ട്, ആ പേര് മാത്രം വെച്ച് പാർട്ടി കൊണ്ടുപോവുക. ഏത് പാർട്ടിയാണെങ്കിലും ആ ആൾക്കാർ മാത്രം മതി പാർട്ടിയിൽ. അല്ല, നമുക്ക് അനുഭാവം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയോടൊരു അനുഭാവം, ആ വ്യക്തികളെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മളൊരു പാർട്ടിയിലൊക്കെ ചേരുന്നത്. അപ്പോൾ ഒരു പാർട്ടിയിലേക്ക് നമുക്ക് ആ താല്പര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ വ്യക്തികളെ താല്പര്യം ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സ് നന്നായിരിക്കണം. അതായത് നമ്മളുടെ മനസ്സ് അവരുടെ അടുത്ത് നന്നായിരിക്കണം അല്ലേ? അവർ അങ്ങനെ നമ്മളോട് പെരുമാറുന്നില്ല. അവർക്ക് അവർ മാത്രം മതി. കുറേ ദന്തമാരും ഉണ്ട്, കുറേ അതിന് പിന്നാലെ ഇനി ചെറുപ്പക്കാർ വരുന്നത് എന്താ, ഇവർ ചെറുപ്പക്കാർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ പിന്നാലെ നടക്കും പാവങ്ങൾ. ഇവരൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് വേണ്ടി ഞങ്ങൾക്കൊക്കെ മുകളിലേക്ക് കയറി പോവാന്നുള്ള ഭാഗത്തിൽ. എന്നാൽ അവരൊന്നും നന്നാവോ? എന്നാൽ അവരുമില്ല. എന്ന് വെച്ചാൽ ഇവർ സമ്മതിക്കൂല. ഇവരുടെ ഒരു ചട്ടം ഉണ്ടല്ലോ, ഈ വട്ടം പിടിക്കുന്ന ഒരു ചട്ടം. അപ്പം അജിന്തി പ്രിസ ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ. ചേട്ടൻ വരണില്ല, ചേട്ടൻ അവിടെ വർത്താനൊക്കെ പറയണേ ചിലപ്പോൾ.